മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡോടുകൂടി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി രണ്ട് പോയിൻറ്റ്സാണ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ പറയാനുള്ളത്. സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, രണ്ട് പ്രോപ്പർട്ടി, ഒന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും രണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ശരിക്കും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സോളിഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ ലാറ്റിസ് സ്ട്രക്ചർ വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രോപ്പർട്ടിയാണ്. ഒന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും രണ്ടാമത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് സോളിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല സോളിഡ്സ് പല തരത്തിലുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടികൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁻⁻20 തൊട്ടിട്ട് 10⁻⁷ വരെയുള്ള 10⁻⁻20 10⁻⁻19 അങ്ങനെ വന്ന് കൂടി വന്ന് 10⁻⁷ വരെയുള്ള 7 സീമെൻസ് പെർ മീറ്റർ ആണ്. സീമെൻസ് പെർ മീറ്റർ ആണ് സാധാരണ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അത് തന്നെയാണ് ഓം ഇൻവേഴ്സ് പെർ മീറ്റർ എന്നുള്ളത്. സീമെൻസിന് പകരം ഓം ഇൻവേഴ്സ് പെർ മീറ്റർ എന്ന് ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓം ഇൻവേഴ്സ് പെർ മീറ്റർ ആണ്. ഓം ⁻⁻1 m⁻⁻1 എന്നുള്ള ഓം ഇൻവേഴ്സ് പെർ മീറ്റർ. അപ്പോൾ 10⁻⁻20 തൊട്ടിട്ട് 10⁻⁷ വരെയുള്ള വൈഡ് റേഞ്ചിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പല സോളിഡ്സും കാണിക്കുന്നുണ്ട്. ഇതിൽ ഈ സോളിഡ്സിനെ അതുകൊണ്ട് തന്നെ ആ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സോളിഡ്സിനെ ഈ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കണ്ടക്ടേഴ്സ്. അതായത് കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് നേരത്തെ പറഞ്ഞ 10⁻⁷ ആണല്ലോ ഹൈ. 10⁻⁷ തൊട്ടിട്ട് 10⁻⁴ വരെയുള്ള അല്ലെങ്കിൽ 10⁻⁴ തൊട്ടിട്ട് 10⁻⁷ വരെയാണ് റേഞ്ച് എങ്കിൽ അതിനെ നമ്മൾ ആ സോളിഡ്സിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ആ പവറിനെയാണ്, അതിൻ്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. 10⁻⁴ തൊട്ടിട്ട് 10⁻⁷ വരെയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ സോളിഡ്സിൽ തന്നെ 10⁻⁷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, മെറ്റൽസ് ആണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. മെറ്റൽസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടത്തും. നമുക്ക് ലൈഫിൽ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽസിനെ ഇലക്ട്രിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൽ സംശയമുണ്ടോ നിങ്ങൾക്ക്? മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും എന്നുള്ളതിൽ എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. ഒരു കമ്പി എടുക്കുക, കമ്പി എടുത്തിട്ട് ഒരു പ്ലഗിനകത്ത് കുത്തുക, ഒരു എൻഡ് അല്ലേ, എന്നിട്ട് മറ്റേ എൻ്റെ കൈ പിടിക്കുക, എന്നിട്ടൊന്ന് സ്വിച്ച് ഇട്ടാൽ മതി. അപ്പോൾ എന്ത് മനസ്സിലാവും? ഒരേ ഒരു കാര്യം മനസ്സിലാവും നമുക്ക്. എന്താണ്? പിന്നെ പഠിക്കേണ്ടി വരില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഇലക്ട്രിസിറ്റിയെ മെറ്റൽസ് എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. മെറ്റൽസിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈ ആണ്, ടോപ്പാണ്. 10⁻⁷ സീമെൻസ് പെർ മീറ്റർ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് പെർ മീറ്റർ ആണ്. അതായത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് സോളിഡ്സിനെ മൂന്നായിട്ട് തിരിക്കുന്നത് ആദ്യത്തെ കാറ്റഗറി ആണെന്ന് ഈ പറഞ്ഞ കണ്ടക്ടേഴ്സ് എന്നുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇങ്ങേയറ്റത്ത് ഏറ്റവും കുറവുള്ള 10⁻⁻20 തൊട്ടിട്ട് 10⁻⁻10 വരെയുള്ള ഓം ഇൻവേഴ്സ് പെർ മീറ്റർ അല്ലെങ്കിൽ സീമെൻസ് പെർ മീറ്റർ, ആ റേഞ്ചിലുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഒരു വാല്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 10⁻⁻20 ആണെങ്കിലും ചെറിയ വളരെ കുറഞ്ഞ ലോ കണ്ടക്ടിവിറ്റിയാണ്. അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്, പേപ്പർ ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും അല്ലേ. പിന്നെ അതെന്ത് ചെയ്യൂല? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യൂല, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. സോളിഡ്സിനെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു, രണ്ടാമത്തത് ഇൻസുലേറ്റേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതിന് നടുക്കുള്ള ഒരു റേഞ്ച് ഉണ്ട്. അത് സാധാരണ പറയുന്നത് 10⁻⁻6 തൊട്ടിട്ട് 10⁻⁴ വരെയുള്ള റേഞ്ചാണ്. അതിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതായത് കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് ഇൻ്റർമീഡിയറ്റ് റേഞ്ചാണ്. അതായത് കണ്ടക്ടറെ പോലെ നന്നായിട്ട് കടത്തി വിടുകയുമില്ല, ഇൻസുലേറ്ററിനെ പോലെ കടത്തി വിടാതിരിക്കുകയും ചെയ്യില്ല. ഒരു ആവറേജ് ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലുള്ള സോളിഡ്സിനെ നമ്മൾ എന്ത് വിളിക്കും?
അതിന് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ റേഞ്ച് ഞാൻ ഈ പറഞ്ഞുള്ളൂ 10⁻⁴ ആണ്. എവിടെ വരെ 10⁻⁻⁶ വരെ. അപ്പോൾ ഈ 10⁻⁻⁶ തൊട്ട് 10⁻⁻10 വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് പിന്നെ ഇതിനിടയ്ക്കുള്ള ഒരു ആവറേജ്, അതായത് പിന്നെ എന്താ പറയണത്, രണ്ടുമല്ലാത്ത ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, കുറച്ച് മാത്രമേ കടത്തി വിടുകയുള്ളൂ. സെമി കണ്ടക്ടറിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുകയുമില്ല, എന്നാൽ കടത്തി വിടുകയും ചെയ്യില്ല. ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടിയും ഉള്ള തരത്തിലുള്ളതാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. മനസ്സിലാക്കേണ്ടത് ഈ 10⁻⁷ എന്നുള്ള റേഞ്ച് തൊട്ടിട്ട് ഇങ്ങോട്ട് കുറഞ്ഞ് 10⁻⁻20 വരെ എത്തുമ്പോൾ ഹൈ കണ്ടക്ടിവിറ്റി തൊട്ടിട്ട് വെരി വെരി ലോ കണ്ടക്ടിവിറ്റി വരെയുള്ള റേഞ്ചാണ്. അതിൽ നമുക്ക് സബ്സ്റ്റൻസ്, മെറ്റീരിയൽസ്, സോളിഡ്സിനെ പല തരത്തിൽ തിരിക്കാൻ പറ്റും. നന്നായിട്ട് കടത്തിവിടുന്ന എല്ലാം ഏത് കാറ്റഗറിയിൽ വരും? കണ്ടക്ടേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരും. തീരെ കടത്തിവിടാത്ത അല്ലെങ്കിൽ വളരെ കുറവുള്ളത് നമ്മൾ എന്തിൻ്റെ കാറ്റഗറിയിൽ വരും? ഇൻസുലേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരും. കുറച്ച് കടത്തി വിടുന്നതിന് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം പോലുള്ള ക്രിസ്റ്റലുകൾ, സബ്സ്റ്റൻസുകൾ എന്താണ് അതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് സോളിഡ്സ് ആണല്ലോ നമ്മുടെ ചാപ്റ്റർ, സോളിഡ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതിനിടക്കുള്ള സെമി എന്ന് വെച്ചാൽ പകുതി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ്, ഇതിന് എക്സാമ്പിളുകളും പഠിക്കുക. ഏതാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളതും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ആ കണ്ടക്ടിവിറ്റി റേഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ യൂണിറ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ സീമൻസ് പെർ മീറ്റർ എന്നും നമുക്ക് പറയാനായിട്ട് കഴിയും. സോളിഡ്സിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് വഴിയാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വഴിയാകാം, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാകാം ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ അങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത്. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസ് വഴി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ അയോൺസ് വഴി എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിലാണ് സോളിഡ്സിൽ അയോൺസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. മെറ്റൽസിൻ്റെ കേസിലാവുമ്പോൾ അത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്. മെറ്റൽസിൻ്റെ കേസ് മെറ്റൽസ് ആണ് ഗുഡ് കണ്ടക്ടേഴ്സ്. അതിൻ്റെ കേസിൽ ഏതാണ്, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാവുമ്പോൾ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് പോളാർ സോൾവൻസിൽ, വെള്ളം പോലുള്ള, വാട്ടർ പോലുള്ള പോളാർ സോൾവൻസിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അയോൺസ് ഉണ്ടാകുകയും ആ അയോൺസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ കഴിവുള്ള പോളാർ സോൾവൻസിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ, ഡ്രൈ ആയിരിക്കുമ്പോഴല്ല. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പുണ്ടല്ലോ, സോഡിയം ക്ലോറൈഡ് സോൾട്ട് ആയിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തില്ല. പക്ഷെ അത് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിന് ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ അത് അയോൺസ് ആയിരിക്കും. അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ മെറ്റൽസിൻ്റെ കേസിൽ എങ്ങനെയല്ല, മെറ്റൽസിൽ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കാരണം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇത് മെറ്റൽസ് രണ്ട് തരത്തിൽ, ഒന്ന് സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കുമ്പോഴും, രണ്ട് മോൾട്ടൺ സ്റ്റേറ്റിലും മെറ്റൽസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയും. സോളിഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഉരുകിയ അവസ്ഥ, കുറച്ച് ഉരുക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ കഴിയും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. മെറ്റൽസിലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിലുള്ള, ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണമാണ് ഓരോ മെറ്റലിൻ്റെയും ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രോൺ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടിരിക്കും അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെറ്റൽസിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം. ഇനി എങ്ങനെയാണ് മെറ്റൽസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് നോക്കാം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവും. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ബാൻഡ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാൻഡ് തിയറി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉണ്ട്. എങ്ങനെയാണ് ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾ ഉണ്ടാകുന്നത്, അറ്റോമിക് തിയറി, അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതുപോലത്തെ ഒരു സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. എനർജി കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽ അത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും, എനർജി കൂടിയതിന് ആൻറ്റി ബോണ്ടിങ്ങും, സിഗ്മ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പോലെ പഠിച്ചാണ് അല്ലേ. ഇതുപോലത്തെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ഈ മോളിക്യൂളിൽ
മോളിക്കുലാർ ഓർബിറ്റിൽ, അത് എനർജി ലെവലാണല്ലേ, ഈ മോളിക്കുലാർ ഓർബിറ്റിൽ ഇപ്പോൾ ഒരു സിംഗിൾ ആറ്റത്തിൻ്റെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആറ്റംസ് എടുത്തു എന്ന് വെച്ചോളൂ. ഒരു ക്രിസ്റ്റൽ, ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആറ്റംസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റലുകൾ എല്ലാം ഞാൻ ഇതുപോലെ ചെറുതാക്കി വരയ്ക്കുന്നു. എല്ലാ മോളിക്കുലാർ ഓർബിറ്റിലും ബോണ്ടിങ്ങിൻ്റെ താഴത്തും ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ മുകളിലും. മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എനർജി ലെവലാണെന്ന് ഞാൻ പറഞ്ഞു, മോളിക്യൂളിലെ എനർജി ലെവലാണ്. ഇങ്ങനെയുള്ള ഈ മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ ഈ റേഞ്ച് ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ അടുത്തടുത്ത് അടിക്കടി വെച്ചിരിക്കുന്ന, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബാൻഡ് എന്നാണ്. അപ്പോൾ ഈ മോളിക്കുലാർ ഓർബിറ്റലിൽ നമുക്ക് 2 ബാൻഡ് വരക്കാനായിട്ട് കഴിയും. ഒന്ന്, ഈ താഴത്തുള്ള വാലൻസ് ബാൻഡ്, അതിനകത്ത് മിക്കവാറും ഇലക്ട്രോൺസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും, ഫിൽഡോ ഹാഫ് ഫിൽഡോ ഒക്കെ ആയിരിക്കും. പിന്നെ മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ വാലൻസ് ബാൻഡ് ആണെങ്കിലും കണ്ടക്ഷൻ ബാൻഡ് ആണെങ്കിലും അത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കും. ഒരു സോളിഡ് മോളിക്യൂൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആറ്റംസ് ഒരുപാടുണ്ടാവും, മോളിക്യൂളുകൾ ഉണ്ടാവും. അപ്പോൾ ആ മോളിക്യൂളുകളുടെ ഓർബിറ്റലിനെ, മോളിക്കുലാർ ഓർബിറ്റലുകൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഒരു ബാൻഡ് എന്ന് വെച്ചാൽ ഒരു സ്ട്രിപ്പ് പോലുള്ള സാധനം, ഒരു ബാൻഡ് കിട്ടിയാണ്. താഴത്തുള്ള ബാൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കും. മുകളിലുള്ള ബാൻഡിനെ എന്ത് വിളിക്കും? അതിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കും. കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് ഇലക്ട്രോൺ ചെല്ലണം, അതുകൊണ്ടാണ് അതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നത് ഫോർബിഡൻ സോൺ എന്നാണ്, അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാറുണ്ട്, ഫോർബിഡൻ സോൺ എന്ന് പറയാറുണ്ട്, അങ്ങനെ പല പേരുകളിലും പറയും. ഇതിനിടയ്ക്കുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ അങ്ങനെയും വിളിക്കും. അപ്പോൾ മെറ്റൽസിനകത്ത് ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ഇനി നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ 3ലും ഈ ബാൻഡിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മെറ്റൽസിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ഒന്നുകിൽ അതിൻ്റെ വാലൻസ് ബാൻഡ്, താഴത്തുള്ള ബാൻഡ് ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് പകുതി അതിനകത്ത് ഫിൽഡാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ആ ഇലക്ട്രോൺസിന് അതിനെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും? മൂവ് ചെയ്യാനായിട്ട് കഴിയും, അല്ലേ? അപ്പർ ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ എന്തായി? ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും മെറ്റൽസിൻ്റെ കേസിൽ ഓവർലാപ്പിംഗ് ബാൻഡ്സ് ആയിരിക്കും. ഓവർലാപ്പിംഗ് ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സൈഡിൽ കാണുന്നത് പോലെ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡുമായിട്ട് ഓവർലാപ്ഡ് ആയിരിക്കും. അപ്പോൾ വാലൻസ് ബാൻഡ് ഫിൽഡ് ബാൻഡ് ആയിരിക്കും, അതിൽ നിന്ന് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉള്ള ബാൻഡ് ആയിരിക്കും, അതിൽ നിന്ന് എംപ്റ്റി ആയിട്ടുള്ള വേക്കൻ്റ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസി ആയിട്ട് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാം, അല്ലേ? ഇതുപോലെ നേരെ മുകളിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അവിടെയും ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തു. അപ്പം മെറ്റൽസിൽ ഇത് ഞാൻ എനർജി വെച്ചിട്ടാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ എനർജി ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ എപ്പോഴും എനർജി കുറവായിരിക്കും. അത് അറ്റോമിക് ഓർബിറ്റൽ, മോളിക്കുലാർ ഓർബിറ്റൽ നിങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മെറ്റൽസിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ പിക്ചർ നിങ്ങൾ വരക്കുക എന്നുള്ളതാണ്. 2 പോസിബിലിറ്റിയാണ്. ഒന്നില്ലെങ്കിൽ അത് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ബാൻഡ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പർ ലെവലിലേക്ക് ആ ബാൻഡിൽ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് എന്തായിരിക്കും? കണ്ടക്ഷൻ ബാൻഡുമായിട്ട് ഇതുപോലെ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട്, അവിടെ ഗ്യാപ്പൊന്നുമില്ല, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിന് മുകളിലേക്ക്, ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടും മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ആണ് എന്നതുകൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി ഉണ്ടാവും. പക്ഷേ ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് കണ്ടക്ഷൻ മെറ്റൽസിനകത്ത് കണ്ടക്ടേഴ്സ് ആയതുകൊണ്ടിട്ടാണ്. പക്ഷേ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ കണ്ടക്ഷൻ നടക്കണില്ല, അല്ലേ? ഇലക്ട്രോൺസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ അതിൻ്റെ ലാർജ് ബാൻഡ് ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വാലൻസ് ബാൻഡ് താഴത്തുണ്ട്, കണ്ടക്ഷൻ ബാൻഡ് മുകളിലുണ്ട്. വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ ഉണ്ട് എങ്കിലും എംപ്റ്റി ആയ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന് ചാടാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പ് എന്താണ്? വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റേഴ്സ് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല എന്ന് നമ്മൾ പറയും. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസ് നോക്കൂ. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ മനസ്സിലാകും ഈ താഴത്തുള്ള വാലൻസ് ബാൻഡും മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് കാണാനായിട്ട് കഴിയും, അല്ലേ? അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ, ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ,
ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് സെമി കണ്ടക്ടേഴ്സ് കുറച്ച് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ ആണല്ലോ, പകുതി കണ്ടക്റ്റീവ് എന്നാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഉണ്ടല്ലോ. ചില കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഉഷാറാവൂലേ, ചാടി അങ്ങോട്ട് വരൂലേ. അതുപോലെ ഇലക്ട്രോൺസിനെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ചാടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അത് സിലിക്കൺ പോലുള്ള ജെർമേനിയൻ പോലുള്ള മെറ്റീരിയൽസിന്, സെമി കണ്ടക്ടറിന് എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള മെറ്റീരിയൽസിന് സെമി കണ്ടക്ടിവിറ്റിക്ക് സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ അത് പാർഷ്യലി എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടിട്ട് അതിനെ വിളിക്കുന്നത് ഇത്തരം ജെർമേനിയം സിലിക്കണയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ്. അത് പ്യുവർ, ഇൻട്രിൻസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവറാണ്, അതിനകത്ത് വേറെ ഇമ്പ്യൂരിറ്റി ഒന്നുമില്ല, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞ് വേറൊരു കാറ്റഗറി ഉണ്ട്, നമ്മൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ പ്യുവർ സെമി കണ്ടക്ടറുകളാണ്. ആ മെറ്റീരിയൽ പ്യുവറാണ്, പാർഷ്യലി അതെന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി നടത്തുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിന്റ് കൂടി. അപ്പോൾ 3 കാറ്റഗറിയാണ്. അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ബാൻഡ് തിയറിയുടെ ബേസിലാണ് ഈ തിയറി നമ്മൾ വിളിക്കുന്നത് ബാൻഡ് തിയറി എന്നാണ്. വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും സ്ട്രക്ചർ വെച്ചിട്ട് 3 ആയിട്ട് നമുക്ക് പിന്നെ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ആ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ സച്ച് ഉപയോഗിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് അതേപടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അത് ഉപയോഗിക്കണമെന്ന്, കാരണം കണ്ടക്ടിവിറ്റി വളരെ കുറവാണല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് പല പർപ്പസിന് വേണ്ടിയിട്ട് പല ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ആ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിന് അതിനെ വിധേയമാക്കാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡോപ്പിംഗ് എന്നാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പ്യൂരിറ്റി, ഒരു സബ്സ്റ്റൻസ് എക്സ്ട്രാ, അതിന് ഇമ്പ്യൂരിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇൻട്രിൻസിക് എന്ന് വെച്ചാൽ പ്യുവർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ പ്യുവറായ ഒരു സബ്സ്റ്റൻസിലേക്ക് ഒരു സാധനം പുറത്തുനിന്ന് വന്നാൽ അത് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഡോപ്പിംഗ് 2 തരത്തിൽ സാധാരണ നടത്താറുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 2 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി കൊണ്ടിട്ട് എന്ത് ചെയ്യുക, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക. അതായത് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഒരു ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, ഇലക്ട്രോൺ കുറവുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, അതും ഇമ്പ്യൂരിറ്റിയാണ്. ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. ഇത് രണ്ടും 2 തരത്തിൽ നമുക്ക് ഈ ഡോപ്പിംഗ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇനി ആ ഡോപ്പിംഗ് നടത്തുമ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോൺസിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ സോളിഡ്സിനകത്തുള്ള ഇലക്ട്രോണിക് ഡിഫക്റ്റ്, നമ്മൾ ഒരുപാട് ഡിഫക്റ്റ് നേരത്തെ പഠിച്ചു, അതുപോലുള്ള ഒരു ഇലക്ട്രോണിക് ഡിഫക്റ്റ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാറുണ്ട് എന്നുകൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി വെക്കാം. ഞാൻ പറഞ്ഞു വന്നത് 2 തരത്തിൽ നമുക്ക് ഡോപ്പിംഗ് നടത്താൻ പറ്റും. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറാണ്, കുറച്ചേ കണ്ടക്ടിവിറ്റി ഉള്ളൂ, അവനെ ഒന്നുകൂടി ഉഷാറാക്കാൻ, അത് കണ്ടക്ടിവിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് 2 തരത്തിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പീരിയോഡിക് ടേബിൾ നോക്കുക. ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സിലിക്കണും ജെർമേനിയവും അത് 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്ന് മനസ്സിലാകും അല്ലേ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം പോലുള്ള എലമെന്റ്സ് 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 14th ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 4 ഇലക്ട്രോൺ ഉണ്ടാവും. 14th ഗ്രൂപ്പ് ആണെങ്കിൽ 4, 13th ഗ്രൂപ്പ് ആണെങ്കിൽ 3, 15th ഗ്രൂപ്പ് ആണെങ്കിൽ 5, 16th ഗ്രൂപ്പ് ആണെങ്കിൽ 6, 17th ഗ്രൂപ്പ് 7 അല്ലേ. ഹാലജൻസിന്റെ കേസിൽ 18th ഗ്രൂപ്പ്, നോബിൾ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 14th ഗ്രൂപ്പ് ആണ് സിലിക്കണും ജെർമേനിയവും അല്ലേ. അപ്പോൾ ഈ 14th ഗ്രൂപ്പിലുള്ള എലമെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസ് ഷെല്ലിൽ, ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറയാനായിട്ട് കഴിയും. ഇനി ഞാനിവിടെ ഒരു സിലിക്കൺ ആറ്റം എടുത്തു. വാലൻസ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ് ആണ് ഈ ഡോട്ട്സ് കൊണ്ടിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ സിലിക്കൺ എന്താ ചെയ്യുന്നത്, മറ്റ് 4 സിലിക്കൺസുമായിട്ട് അതിൻ്റെ ഇലക്ട്രോണുകൾ, 4 സിലിക്കണിന് 4 ഇലക്ട്രോൺ ഉണ്ടാവും, അത് ഓരോന്നും ഷെയർ ചെയ്തിട്ട് ഇതുപോലെ ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. കോവാലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിംഗ് വഴി, ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് എന്നുള്ളത് അല്ലേ. അങ്ങനെ സിലിക്കൺ ഇവിടെ 4 കോവാലന്റ് ബോണ്ടുകൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിലിക്കണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ.
ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് ഞാൻ വരച്ചിരിക്കുന്നതാണ്. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ അടുത്ത പീരിയോഡിക് ടേബിളിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റിയെ എടുക്കാൻ പോവുകയാണ്. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14th ഗ്രൂപ്പിനേക്കാൾ ഇലക്ട്രോൺ കൂടിയ ഒരു എലമെന്റിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് ഈ 15th ഗ്രൂപ്പ് എലമെന്റിനെ നോക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക് പോലുള്ള എലമെന്റ് ഉണ്ടല്ലോ. ഇതിൽ ഞാൻ ഈ ആഴ്സനിക്കിനെ എടുക്കുകയാണ്. ആഴ്സനിക്കിന്റെ പ്രത്യേകത എന്താണ്? 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 15th ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് തന്നെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും വാലൻസ് ഷെല്ലിൽ? 5 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സിലിക്കണിന്റെ ഈ ക്രിസ്റ്റലിൽ നിന്ന് സംഭവിക്കുന്നത്, സിലിക്കൺ അടുക്ക് നിന്ന് ഒരു സിലിക്കൺ ആറ്റം അതിന്റെ ഇലക്ട്രോൺസുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 15th ഗ്രൂപ്പ് എലമെന്റായ ആഴ്സനിക്കിന് എത്ര ഉണ്ട് ഇലക്ട്രോൺസ്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. പോയ സിലിക്കൺ എത്രയേ ഉള്ളൂ? 4 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ സിലിക്കൺ പോയ സ്പേസിലേക്ക് ഈ ആഴ്സനിക് വന്ന് ഓക്കുപ്പൈ ഇരിക്കും. 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? 4 ബോണ്ട് ഫോം ചെയ്യും. ആഴ്സനിക്കിന്റെ 4 ഇലക്ട്രോൺസ് 4 സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അല്ലേ? അവിടെ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ആറ്റത്തിന്റെ കേസാണ് പറഞ്ഞത്. ഒരു സിലിക്കൺ മാറ്റിയിട്ട് ഒരു ആഴ്സനിക് വന്നതാണ്. ഇതുപോലെ ഒരുപാട് സിലിക്കൺ ആറ്റംസിനെ നമ്മൾ ഈ ആഴ്സനിക് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ എന്തുണ്ടാവും? ഒരുപാട് എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലേ? ആ എക്സ്ട്രാ ഇലക്ട്രോണുകൾ വന്നാൽ എന്ത് പറ്റും? ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ഒരു ബോണ്ടിങ്ങിലും പങ്കെടുക്കാത്ത, ബന്ധങ്ങളില്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അതെന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും അല്ലേ? അങ്ങനെ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണല്ലേ? അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ഇലക്ട്രോൺ റിച്ച് എന്ന് വെച്ചാൽ ആരാണ്? ധനികൻ അല്ലേ? അങ്ങനെയല്ലേ? ഇലക്ട്രോൺ കുറച്ച് കൂടുതലുള്ള, കായ് കൂടുതലുള്ള ആളുകളെങ്കിൽ നമ്മൾ റിച്ച് എന്ന് പറയുന്നത് അല്ലേ? കാശ് കൂടുതലുള്ള ആളുകൾ നമ്മൾ റിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആണ്. ആഴ്സനിക് ഇമ്പ്യൂരിറ്റി ആണ് എങ്കിലും അത് ഇലക്ട്രോൺ റിച്ച് ആണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും? സിലിക്കണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, അപ്പോൾ ഈ ഡോപ്പിങ്ങിന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ഡോപ്പിംഗ് എന്നാണ്. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡോപ്പിംഗ് നടത്തിയതാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് തന്നെ, ആ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ പുതിയ കണ്ടക്ടറിനെ, ഇപ്പോൾ ഇതിന് കണ്ടക്ടിവിറ്റി കൂടി, അപ്പോൾ ഇതെന്തായി? ഉഷാറായില്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. സാധാരണ ഉണ്ടായിരുന്ന സിലിക്കണിനേക്കാൾ ഇതിനെന്തായിരിക്കും? കുറച്ചുകൂടി കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഡോപ്പിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ പറഞ്ഞത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള, ഇലക്ട്രോൺ കൂടുതലുള്ള ഒരു എലമെന്റ് കൊണ്ട് സിലിക്കൺ എന്ത് ചെയ്തു? നമ്മൾ റീപ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ അല്ലെ കണ്ടക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കാം എന്ന് നോക്കാം. ഇലക്ട്രോൺ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുകയാണ്. സിലിക്കൺ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അതിൽ നിന്ന് 4 ബോണ്ടുകൾ ഫോം ചെയ്തു അല്ലേ? ഇതിൽ ഈ ഇലക്ട്രോൺ റിച്ച് ആയിരുന്നത് 15th ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആയിരിക്കുന്നത് ഏതാണ്? ഈ പീരിയോഡിക് ടേബിളിൽ തന്നെ 13th ഗ്രൂപ്പ് ആയിരിക്കും. സിലിക്കണേക്കാൾ ഇലക്ട്രോൺ ഡെഫിസിറ്റ് കുറവുള്ളത് ഏതാണ്? തൊട്ട് മുമ്പിലുള്ള ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ 13th ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ബോറോൺ, അലുമിനിയം, ഗാലിയം പോലുള്ള എലമെന്റ്സ് ആണുള്ളത്. ഇതിനൊക്കെ ഇലക്ട്രോൺ എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ ബോറോൺ ആണ് എടുക്കുന്നത്. ബോറോണിന് എന്താണുള്ളത്? വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 13th ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ 3 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സിലിക്കണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിക്കണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇതാണ്, ആക്ച്വൽ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ നിന്ന് സെൻട്രലിൽ നിന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ സിലിക്കൺ ഒരെണ്ണം എന്ത് ചെയ്യും? ആ ഒരു സിലിക്കൺ അതിൻ്റെ 4 ഇലക്ട്രോൺസുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പുതുതായിട്ടെടുത്ത ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആയിട്ടുള്ള, ഇലക്ട്രോൺ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ കുറവുള്ള ബോറോണിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകളാണുള്ളത്. ആ ബോറോൺ പതുക്കെ എന്ത് ചെയ്യും? ആ സിലിക്കൺ പോയ ഗ്യാപ്പിലേക്ക് വന്നിരിക്കും. പക്ഷേ ബോറോൺ 3 ഇലക്ട്രോണുമായിട്ടാണ് വന്നത് അല്ലേ? 3 ഇലക്ട്രോണുമായിട്ട് വന്ന ബോറോണിന് എത്ര സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ കഴിയുള്ളൂ? 3 സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഈ കാണുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഹോൾ ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ ഹോള്. അപ്പോൾ ആ ക്രിസ്റ്റൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോളിലേക്ക് ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? പതുക്കെ ആ ഹോളിലേക്ക് മൂവ് ചെയ്യും. അപ്പം എന്താ പ്രശ്നം? അപ്പോൾ അവിടെ ഒരു ഹോളായി അല്ലേ?
അപ്പോൾ ആ ഹോള് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, അതിൻ്റെ നെക്സ്റ്റ് സിലിക്കണിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ആ ഹോൾ അടക്കും. അപ്പോൾ ഹോൾ എങ്ങോട്ട് പോയി, ഹോൾ അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് മാറി. ഇങ്ങനെ ഇലക്ട്രോൺസ് ഒരു വശത്തേക്ക് നീങ്ങുന്ന അനുസരിച്ച് ഹോൾ എന്ത് ചെയ്യുന്നു, മറുവശത്തേക്ക് ഇങ്ങനെ നീങ്ങും. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഈ നെഗറ്റീവുകളൊക്കെ ഇങ്ങനെ പോകും. മറു സൈഡിലേക്കോ ഹോൾ ഇങ്ങനെ പോകും. ഹോൾ എന്ന് വെച്ചാൽ നമ്മൾ അതിന് പോസിറ്റീവ് പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. ഈ ബോറോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഡോപ്പിംഗ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. അത് ഹോൾ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഹോൾസ് എങ്ങോട്ട് പോകുന്നു, റൈറ്റിലേക്ക് പോകുന്നു. ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്, ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് ചാടി പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക്, അതായത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് പോളിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, അങ്ങോട്ട് പോസിറ്റീവ് പാർട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ്. ഇത് എന്തിന് എക്സാമ്പിളാണ്, ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ച് ഡോപ്പിംഗ് നടത്തുന്നതിന് എക്സാമ്പിളാണ്. ഇലക്ട്രോൺ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വളരെ കുറവാണ് നടത്തുക, അല്ലേ? പിന്നെ ആക്ച്വൽ സ്ട്രക്ചറിനേക്കാൾ അല്ലെങ്കിൽ ആക്ച്വൽ എലമെന്റിനേക്കാളും ഇലക്ട്രോൺ കുറവുള്ള സിലിക്കണ് 4 3 ബോറോൺ എടുക്കുമ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിസിറ്റും, സിലിക്കണ് 4 5 ആഴ്സനിക് എടുക്കുമ്പോൾ അതിനെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഡോപ്പിംഗ് എന്ന് പറയും. അപ്പോൾ 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് കഴിയും. ഈ എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ 1-2 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത് പഠിച്ചു വെക്കണം. അത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ ഒന്ന്, ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാണ് ഡയോഡ്സ്. നിങ്ങൾക്ക് അറിയാം, പിന്നെ മിക്കവാറും ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയൊക്കെ അകമൊക്കെ പൊളിച്ചു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഡയോഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ആ ഡയോഡ്സ് നമ്മൾ പ്രത്യേകിച്ച് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ, റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ AC DC ആക്കി മാറ്റാനായിട്ട് നമ്മൾ ഈ ഡയോഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ഡയോഡ്സ് ഉണ്ടാക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിൽ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാം. NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. NPN അത് സാൻഡ്വിച്ച് മോഡലാണ്. N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് P ടൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ട്രാൻസിസ്റ്ററാണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ N ടൈപ്പ് സെമി കണ്ടക്ടർ വെച്ചിട്ടുണ്ടാകുന്നതാണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ആണല്ലോ, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നാണ് സോളാർ സെൽസിന് ഫോട്ടോ ഡയോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ ഡയോഡ്സ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്. ഈ ഫോട്ടോ എനർജി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ചെറിയ സെല്ലുകളാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ സോളാർ സെൽസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. സെമി കണ്ടക്ടേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ പിന്നെ ഈ സെമി കണ്ടക്ടേഴ്സിൽ നമുക്കറിയാലോ, പിന്നെ 14th എലമെന്റ് ആണ്, 14th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ. ചില എലമെന്റ്സുകൾ ക്ലബ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി ആക്കി എടുത്തിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. 14th എലമെന്റ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് തൊട്ടുപുറത്തുള്ള 13th എലമെന്റിൻ്റെയും 15th എലമെന്റിൻ്റെയും മിക്സ്, 13th എലമെന്റിനെയും 15th എലമെന്റിനെയും മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ആവറേജ് എത്രയായി, ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ആവറേജ് എത്രയായി, 4 ഇലക്ട്രോൺ ആവുന്നല്ലോ. അപ്പോൾ അങ്ങനെ 2 എലമെന്റുകളെ 13th 15th തമ്മിൽ, അല്ലെങ്കിൽ 12 16 തമ്മിൽ, 12 16 തമ്മിൽ ആവറേജ് എടുക്കുമ്പോൾ എത്ര വന്നു, 14 വന്നല്ലേ. ഇങ്ങനെ ഈ 2 ഗ്രൂപ്പുകൾ വീതം, അല്ലെങ്കിൽ 13 15 ഗ്രൂപ്പുകൾ വീതം മിക്സ് ചെയ്തിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അതും പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ കഴിയും. ഇൻഡിയം ആൻറ്റിമോണൈഡ്, അലുമിനിയം ഫോസ്ഫൈഡ്, ഗാലിയം ആഴ്സിനൈഡ്. അത് 13th and 15th ഗ്രൂപ്പ് എലമെന്റ്സ് തമ്മിൽ ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും, മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ 12th ഗ്രൂപ്പും 16th ഗ്രൂപ്പും 12ാമത്തെയും 16ാമത്തെയും ഗ്രൂപ്പുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സിങ്ക് സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലിനൈഡ്, മെർക്കുറി ടെലുറൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് എന്തായിട്ട് പറ്റും, ഈ പറഞ്ഞ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് ആക്ച്വൽ സെമി
കണ്ടക്ടേഴ്സ് അല്ല അത്. ആ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഈ കോമ്പൗണ്ടുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. ഈ 13th ഗ്രൂപ്പും 15th ഗ്രൂപ്പും തമ്മിൽ മിക്സ് ചെയ്തിട്ടും അതുപോലെ തന്നെ 12th ഗ്രൂപ്പും 16th ഗ്രൂപ്പും തമ്മിൽ മിക്സ് ചെയ്തിട്ടും. അതുപോലെ തന്നെയാണ് ഈ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സുകൾ ഉണ്ട്, ഒരുപാട് ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്. അതൊക്കെ ഈ വെറൈറ്റി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അത് നിങ്ങൾ പിന്നെ അതിന് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കണം. ടൈറ്റാനിയം ഓക്സൈഡ് ഉണ്ട്, ക്രോമിയം ഡയോക്സൈഡ് ഉണ്ട്, റീനിയം ഓക്സൈഡ് ഉണ്ട്, ReO3 റീനിയം ഓക്സൈഡ് ഒക്കെ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആ മെറ്റാലിക് പ്രോപ്പർട്ടി ഒക്കെ അതിൻ്റെ അപ്പിയറൻസ് ഒക്കെ കാണിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഈ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സുകൾ. വേറെ നമുക്ക് പറയാനായിട്ട് വനേഡിയം ഓക്സൈഡ്, വനേഡിയം മോണോക്സൈഡ്, വനേഡിയം ഡയോക്സൈഡ്, വനേഡിയം ട്രയോക്സൈഡ്, അതുപോലെ തന്നെ ടൈറ്റാനിയം ട്രയോക്സൈഡ്, ഇതൊക്കെ നമുക്ക് കോമ്പൗണ്ടുകളായിട്ട് എക്സാമ്പിളുകളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സോളിഡ്സ് ഒരു വലിയ പിന്നെ കാറ്റഗറി ആണല്ലോ. അതിനകത്ത് നമുക്ക് കണ്ടക്ടിവിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കുറേ കോമ്പൗണ്ടുകളാണ് നമ്മൾ പറഞ്ഞത്. അത് എക്സാമ്പിളുകളായിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എങ്ങനെയാണ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റൻസിനെ സോളിഡ്സിനെ മൂന്നായിട്ട് തിരിക്കാം, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുമാണ് ഇതിൽ നിന്ന് വരുന്നത്. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. രണ്ടാമത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. സോളിഡ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ എന്താണെന്നുള്ളൊരു ചെറിയ പോയിന്റ് കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ സോളിഡ്സിനും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകും. കാരണം സോളിഡ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റംസ് ആണല്ലോ അതിൻ്റെ ബേസിക് യൂണിറ്റ് അല്ലേ. ഈ ആറ്റത്തിനകത്ത് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഓർബിറ്റിൽ. വെറുതെ കറങ്ങുകയല്ല, അതിൻ്റെ ആക്സിസിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം കറങ്ങിക്കൊണ്ടാണ് അല്ലേ പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഏതുപോലെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഇലക്ട്രോൺ ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പിന്നെ മോഷൻ കൊണ്ടിട്ട് ശരിക്കും അതൊരു ഇലക്ട്രിക്കൽ ലൂപ്പ് പോലെ വർക്ക് ചെയ്യുകയും ഈ ഇലക്ട്രോണിന് ഒരു ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് നേച്ചർ എന്ന് വെച്ചാൽ വളരെ വീക്കാണ്. അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ മാഗ്നറ്റ് എന്നുള്ള യൂണിറ്റാണ്. അത് μB എന്ന സിമ്പൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ പിന്നെ മെഷർ ചെയ്യാറുള്ളത്. അതായത് 1 μB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.27 × 10⁻⁻24 ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വളരെ വീക്കാണ്. അപ്പോൾ അത് വളരെ വീക്കായിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് എല്ലാ സബ്സ്റ്റൻസിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ വീക്കാണെങ്കിലും അതവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെന്റ് വഴി ഓരോ ഇലക്ട്രോണിനും എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നുണ്ട്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സോളിഡ് മെറ്റീരിയൽസിനെ പ്രധാനമായിട്ടും 5 ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. 1 പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, 2 ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, 3 ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, 4 ആന്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, 5 ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മാഗ്നറ്റിക് നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് വീക്കിലി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. വീക്കിലി അട്രാക്ട് ചെയ്യുക മാത്രമല്ല ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാലോ പിന്നെ അതിന് മാഗ്നറ്റിക് കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ആ നേച്ചർ ഉണ്ടാകാനുള്ള ബേസിക് കാരണം അതിനകത്ത് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടിട്ടാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടാവും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് O2, Cu2+, Fe3+, Cr3+, ഈ അയോൺസ് അലുമിനിയം ഒക്കെ നമുക്ക് എക്സാമ്പിളുകളായിട്ട് പറയാനായിട്ട് കഴിയും. നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള എക്സാമ്പിളാണ്. ഇതിൽ ഞാൻ പിന്നെ Fe3+ എടുക്കുന്നു നോക്കാം. അയണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 26 ആണ്. Fe3+ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്, 3 ഇലക്ട്രോൺ അതിൽ നിന്ന് പോയി. അപ്പോൾ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്, 23 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 23 ഇലക്ട്രോൺസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കഴിഞ്ഞ പോലെ പഠിച്ചതാണ് നിങ്ങൾ. 1s2 2s2 2p6, 3s2 3p6, 3d5 3d5നെ നമ്മൾ ബോക്സ് വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ഡി ഓർബിറ്റലിന് എത്ര സബ്ഷെല്ലുണ്ട്, 5 സബ്ഷെല്ലാണ്, 5 ഓറിയന്റേഷൻ ആണുള്ളത്. അത് കഴിഞ്ഞ പോലെ പഠിച്ചതാണ്. 3d5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ ഇലക്ട്രോണുകൾ ഇങ്ങനെ എന്ത് ചെയ്യും, മുകളിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയും. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് നമ്മൾ അടുത്ത് കൊണ്ടുവരാത്തപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പല ഡിറക്ഷനിലായിരിക്കും.
പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോണുകളെല്ലാം ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ആ ഡയറക്ഷനിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഈ സബ്സ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാലോ, മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ ഈ സബ്സ്റ്റൻസിന് എന്തുണ്ടാവില്ല? അതിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിസത്തിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. രണ്ടാമത്തത് ഡയാമാഗ്നറ്റിസം ആണ്. ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇത് വീക്കിലി റിപ്പല് ചെയ്യും, അതിൽ നിന്ന് അകന്നു പോകും. അവിടെ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഈ മാഗ്നറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് പതുക്കെ എന്ത് ചെയ്യും? അകന്നു പോകും. അതിന് എക്സാമ്പിൾ വാട്ടർ, സോഡിയം ക്ലോറൈഡ് ഒക്കെ, ഗ്രാഫൈറ്റ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട്, ബിസ്മത്ത് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് കഴിയും. ഇവിടെ ഇതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഉള്ളതെല്ലാം എന്താണ്? പെയർഡ് ഇലക്ട്രോൺസ് ആണ്. കംപ്ലീറ്റ്ലി പെയർഡ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറയും. ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടും പോകും, അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് പതുക്കെ റിപ്പല് ചെയ്യുന്നു. വീക്ക്ലി റിപ്പൽഷൻ ആണ് ഉണ്ടാകുന്നത്. എന്തിന്റെ കേസിൽ? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ. അത് റിപ്പല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇതുകൊണ്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കൂ, അത് പതുക്കെ, ഗ്രാഫൈറ്റ് ആണ്, അത് പതുക്കെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് പോകുന്നുണ്ടോ? ഇത് ബിസ്മത്തിന്റെ നോക്കിയേ, ബിസ്മത്ത് ഇതുപോലെ തന്നെ മൂവ് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ സബ്സ്റ്റൻസ് എന്താണെങ്കിലും ആ ഇത്തരം വാട്ടർ പോലുള്ള, ഗ്രാഫൈറ്റ് പോലുള്ള, ബിസ്മത്ത് പോലുള്ള സബ്സ്റ്റൻസിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് പതുക്കെ റിപ്പല് ചെയ്യാനുള്ള കാരണം അതിന് എന്ത് നേച്ചറാണുള്ളത്? ഡയാമാഗ്നറ്റിസം അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയതുകൊണ്ടാണ്. അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പതുക്കെ ഈ മാഗ്നറ്റിൽ നിന്ന് എന്ത് ചെയ്യും? അത് പതുക്കെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തത് ഫെറോ മാഗ്നറ്റിസം ആണ്, അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുന്നു. ഈ സബ്സ്റ്റൻസ് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് എന്താണ്? വീക്കിലി ആണ് അട്രാക്ട് ചെയ്യുള്ളൂ. അട്രാക്ട് ചെയ്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കഴിഞ്ഞാൽ എന്തായി? ഇതിന്റെ മാഗ്നറ്റിക് കപ്പാസിറ്റി പോയി എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, റിപ്പല് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, അതുപോലെ തന്നെ ക്രോമിയം ഓക്സൈഡ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് കഴിയും. ഇത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇത് നമ്മൾ മാറ്റി കഴിഞ്ഞാലും ഇതിന് എന്ത് നേച്ചർ ഉണ്ടാവും? ആ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും. അതുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. പെർമനന്റ് ആയിട്ട് മാഗ്നറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്താണ്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്താണ് എന്ന് നമുക്ക് അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നോക്കാം. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അതിന്റെ അയോൺസ്, ആ മെറ്റൽ അയോൺസ് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. ഗ്രൂപ്പായിട്ടാണുള്ളത്, ക്ലസ്റ്റർ രൂപത്തിലാണുള്ളത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ. അതിന്റെ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് ഡൊമൈൻസ് എന്നാണ്. ഈ ഓരോ ഡൊമൈനും ശരിക്കും ഓരോ മാഗ്നറ്റിക് യൂണിറ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓരോ കോളം ഉണ്ടല്ലോ, ഈ കാണുന്ന ഓരോ കോളംസും ഓരോ ഗ്രൂപ്പ് ഓഫ് മെറ്റൽ അയോൺസ് ആണ്. അത് ഓരോ ഡൊമൈനാണ്. ഇങ്ങനെ പല ഡയറക്ഷനിലാണ് ആ ഡൊമൈൻ്റെ മാഗ്നറ്റിക് പവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പല ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ, പല ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ക്യാൻസൽഡ് ഈച്ച് അതറാണ്. അതായത് അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ പരസ്പരം ക്യാൻസൽ ആയിട്ട് അതൊരു നോർമൽ കണ്ടീഷനിലായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടുവരികയാണെങ്കിൽ, അതിനടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ സംഭവിക്കുന്നത് ഈ പിന്നെ ഡൊമൈൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യും? ആ മാഗ്നറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? പോയിന്റ് ഔട്ട് ചെയ്യും. അങ്ങനെ എല്ലാ ഡൊമൈനും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് എഫർട്ട് എവിടെ ഉണ്ടാവും? ആ എഫക്റ്റ് ആ സബ്സ്റ്റൻസിലുണ്ടാവും.
പിന്നീട് നമ്മൾ ഈ മാഗ്നറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും ആ സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് പോകുന്നില്ല. ആ ഡൊമൈൻസ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാകും, സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് ഇതിനകത്ത് പിന്നെ ഡൊമൈൻസ് എല്ലാം സിംഗിൾ ഡയറക്ഷനിലാണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിൽ ഡൊമൈൻസ് എല്ലാം സിംഗിൾ ഡയറക്ഷനിലാണ് എന്ന് കാണിക്കാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നിങ്ങൾ വരക്കണം. നോക്കിയേ, ഇതെല്ലാം ഓരോ ഡൊമൈൻസ് ആണ്. ആ ഡൊമൈൻസ് എല്ലാം എങ്ങോട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്? ആ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് നമ്മൾ മാഗ്നറ്റ് കൊണ്ടുവന്നത് വെച്ചത്, ആ ഡയറക്ഷനിലേക്ക് ഈ ഡൊമൈൻസ് എല്ലാം എന്ത് ചെയ്യും, പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോ മാഗ്നറ്റിസം ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്നതാണ് ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. നാലാമത്തത് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ആണ്. ഇത് ഫെറോ മാഗ്നറ്റിസം പോലെ തന്നെയാണ്. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡൊമൈൻ സ്ട്രക്ചറൊക്കെ ശരിക്കും സെയിം ആണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡൊമൈൻസ് ചെയ്യുന്നത് പകുതി ഡൊമൈൻസ് ഒരു ഡയറക്ഷനിലും പകുതി ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലുള്ള ഡൊമൈൻസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ ക്യാൻസൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റുള്ള ഡൊമൈൻസ് കൂടി നിൽക്കും. അപ്പോഴത്തേക്ക് നെറ്റ് എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറയും. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം നമ്മൾ മറ്റേ ഫെറോ മാഗ്നറ്റിസിന്റെ കേസിൽ വരച്ച പോലെ തന്നെ ഡൊമൈൻസ് എല്ലാം പല ഡയറക്ഷനിലാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ഈക്വലി ആണത്. ഒന്ന് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് നെറ്റ് എന്താക്കും, അതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻസൽ ആക്കുന്ന രീതിയിൽ വരുന്നു. അതിന് എക്സാമ്പിൾ മാംഗനീസ് ഓക്സൈഡ്, MnO, മാംഗനീസ് ഓക്സൈഡ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിന് പടം വരക്കുമ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ഇതാണ്, ഇത് കൊടുത്താൽ മതി. നോക്കിയാൽ മനസ്സിലാകും. മുകളിലേക്കുള്ള ആരോ, അതായത് ഒരു ഡൊമൈൻ മുകളിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, അടുത്ത ഡൊമൈൻ എന്താണ്, താഴത്തേക്കാണ്. മുകളിലേക്കുള്ള ഡൊമൈൻസിന് ഈക്വൽ ആയിട്ടായിരിക്കും എന്ത്, താഴത്തേക്കുള്ള ഡൊമൈൻസും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. ആ പ്രോപ്പർട്ടിയെ, അത്ര സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും, ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. അഞ്ചാമത്തത് ഫെറി മാഗ്നറ്റിസം ആണ്. ശരിക്കും ഫെറി മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിസത്തിൻ്റെയും ആൻറ്റി ഫെറോ മാഗ്നറ്റിസത്തിൻ്റെയും ഇടക്കുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതായത് ഈ ഡൊമൈൻ സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, പിന്നെ ഫെറോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ എല്ലാം ഒരൊറ്റ സിംഗിൾ ഡയറക്ഷനിൽ അല്ലേ, അതുകൊണ്ട് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. രണ്ടാമത്തത് ആൻറ്റി ഫെറോ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് കുറേ ഡൊമൈൻസ് എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലും അതിൻ്റെ ഈക്വൽ ഡൊമൈൻസ് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പാരലൽ ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ ഈക്വൽ നമ്പർ ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അത് ക്യാൻസലായി പോകും. അതുകൊണ്ട് ഇതിനെ അട്രാക്ട് ചെയ്യൂല എന്ന് പറയും. പക്ഷേ ഫെറി മാഗ്നറ്റിസത്തിന്റെ കേസ് ആകുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ ഈ ഡൊമൈൻസിൽ കുറച്ച് പാരലൽ ഡയറക്ഷനിലും കുറച്ച് ആൻറ്റി പാരലൽ ഡയറക്ഷനിലും ആയിരിക്കും. പക്ഷേ അതിന്റെ നമ്പർ എന്തായിരിക്കൂല, ഈക്വൽ ആയിരിക്കൂല. 5 എണ്ണം മുകളിലേക്കും 5 എണ്ണം താഴത്തേക്കും ആണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കൂല. 5 എണ്ണം മുകളിലേക്കാണെങ്കിൽ 6 7 അല്ലെങ്കിൽ അത് 5 അല്ലാത്ത നമ്പർ ആയിരിക്കും മറ്റു ഡയറക്ഷനിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ക്യാൻസൽ ആയി പോകുന്നില്ല, ഒരു ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യും. ഏത് ഫെറോ മാഗ്നറ്റ് ചെയ്യുന്ന പോലെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യൂല, പക്ഷെ ആന്റി ഫെറോ ചെയ്യുന്നില്ലല്ലോ. അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, ഈ ഫെറി മാഗ്നറ്റ് പതുക്കെ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് മാഗ്നറ്റൈറ്റ്, Fe3O4. മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ ഫോർമുലയാണ് Fe3O4. അല്ലെങ്കിൽ ഫെറൈറ്റ്സുകളുണ്ട്, മെറ്റൽ ഫെറൈറ്റ്സുകൾ. ഇപ്പോൾ മഗ്നീഷ്യം ഫെറൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക് ഫെറൈറ്റ് ഉണ്ട്. മഗ്നീഷ്യം ഫെറൈറ്റിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Mg_Fe2O4 ആണ്. Fe2O4ന്റെ കൂടെ മഗ്നീഷ്യം വന്നാൽ മഗ്നീഷ്യം ഫെറൈറ്റ് ആകും. Zn_Fe2O4 ആണെങ്കിൽ സിങ്ക് ഫെറൈറ്റ് ആകും. ഇത്തരം കോമ്പൗണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എക്സാമ്പിളുകളായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ഫെറി മാഗ്നറ്റിസിന്റെ വേറൊരു പ്രത്യേകത, ഫെറി മാഗ്നറ്റിസിന് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിന് പാരാമാഗ്നറ്റിക് നേച്ചറിലേക്ക് അത് മാറ്റുവാനും കഴിയും എന്നുള്ളതും കൂടി ഈ പോയിന്റിന് കൂടെ പറയാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സബ്സ്റ്റൻസുകൾ എന്താക്കാൻ പറ്റും, 5 ആക്കിയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. ആ 5 സബ്സ്റ്റൻസുകൾ, അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആന്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആന്റി ഫെറോമാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്. ഇങ്ങനെ 5 തരത്തിൽ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സോളിഡ്സിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ തിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 പോയിന്റ് കൂടി, അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ളത്. അതുകൂടി പഠിച്ചു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ എന്തായി, ഈ ചാപ്റ്ററിലൂടെ തീരുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ് അല്ലേ.
ഏതെങ്കിലും ടോപ്പിക്സ്, ഏതെങ്കിലും പിന്നെ പോർഷൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, അതിന് ആൻസർ ഞാൻ തരാം. ഏതെങ്കിലും ചോദ്യത്തിന്, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ബുക്കിൽ അവസാനം കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. ഒരു കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്, ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീർന്നു. ഇനി ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ മെമ്മറിയിലേക്ക് സാധനങ്ങൾ കയറ്റി വെക്കുമ്പോഴാണല്ലോ, എല്ലാം കൂടി എക്സാമിൻ്റെ തലേദിവസം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ആഴ്ചയ്ക്ക് മുമ്പ് ഈ ചാപ്റ്റർ തറവായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അത് പിന്നെ പഠിക്കാനുള്ളത് പഠിച്ചിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും ഉറപ്പുവരുത്തണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്നുകൂടി നോക്കാം. എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീഡിയോ വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ആ ടോപ്പിക്കുകൾ എടുക്കാം. ഒരു റിവിഷൻ പോലെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ 1ഉം 2ഉം പ്രാവശ്യം ആ ക്ലാസ്സുകൾ കേൾക്കുക. കേട്ടിട്ടും മനസ്സിലാകുന്നതിന് നിങ്ങൾക്ക് ചോദിക്കാം. പെട്ടെന്ന് മനസ്സിലാകുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മനസ്സിലാകാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ 1ഉം 2ഉം തവണ കേൾക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാകുന്നത്. ആൻസറുകൾ പിന്നെ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് നോക്കണം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യും, 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കും. പക്ഷെ അതിനു മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാൻ പാടുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. ഒരിക്കൽ കൂടി പറയുവാനുള്ളത്, ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൂടി ഈ ക്ലാസ്സിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിൽ രസതന്ത്രം നമുക്ക് രസകരമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. വളരെ ഈസി ആയിട്ട്, വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് +2ൻ്റെ പരീക്ഷയെ നേരിടാനായിട്ട് കഴിയട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണാം. ഗുഡ് ബൈ.